Now I am going to discuss what happens instead of pinholes, that is point sources, if we use slits, long slits. See, in this figure, source may be at infinity because ഈ ലൈറ്റ് റേസ് ഇൻഫിനിറ്റിന്ന് വരുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം നല്ല സ്ട്രൈറ്റ് ലൈൻസ് വരൂ, റേ ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ വേവ് ഫ്രണ്ട് എങ്ങനെ കാണിക്കാം? ഇങ്ങനെ കാണിക്കാം. വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് അതായത് ഒരു നേരോ ആയ സ്ലിറ്റ് എസ് ഇതിലൂടെ കടത്തിവിട്ടു. ഇതിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് കിട്ടുന്ന എന്ത് വേവ് ഫ്രണ്ട് ആയിരിക്കും? പോയിന്റ് സോഴ്സ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ഹോൾ ആയിരുന്നെങ്കിൽ, ഫൈൻ ഹോൾ ആയിരുന്നെങ്കിൽ പുറത്തോട്ട് വരുന്നത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടാണ്. പക്ഷെ അതേ സമയത്ത് സ്ലിറ്റ് ആണെങ്കിൽ പുറത്തോട്ട് വരുന്നത്, ഓർമ്മിക്കുക, അതൊരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് അല്ല, പകരം സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഞാൻ ആ ഭാഗം വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ഫിഗർ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, യെസ്, വൺസ് അഗൈൻ ഒന്നും കൂടെ ഫിഗറിലോട്ട് നോക്കൂ. ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഈ റെഡ് കളറിൽ കാണുന്നത്, റെഡിഷ് കളറിൽ കാണുന്നത് പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഇതൊരു വൈഡായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റാണെന്ന് വിചാരിച്ചോളൂ. അവിടെ ഒരു പിൻ ഹോൾ. അപ്പോൾ ദാറ്റ് പിൻ ഹോൾ ആക്ട്സ് ആസ് എ പോയിന്റ് സോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നത് എന്തായിരിക്കും? സ്ഫിയേഴ്സ് ആയിരിക്കും, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യത്തെ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നു, നമ്മൾ പിൻ ഹോൾസിന് പകരം എന്തുപയോഗിക്കുന്നു? ലോങ് സ്ലിറ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ സ്ലിറ്റ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഇതാ റേ, ഈ സ്റ്റാക്ക് ചെയ്തിരിക്കുന്ന റെഡ് കളേർഡ് വൺ എന്ന് പറയുമ്പോൾ അത് പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. പ്ലെയിൻ വേവ് ഫ്രണ്ട്. റേയുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അസ്യൂം ലൈറ്റ് ഇൻഫിനിറ്റിന്ന് വന്നു. പ്ലെയിൻ വേവ് ഫ്രണ്ടാണ്. ഈ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇത് കണ്ടോ, ഇതൊരു കാർഡ്ബോർഡ് ഷീറ്റാണെന്ന് വിചാരിച്ചു, ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ്. അതിനകത്തൊരു ഫൈൻ, വളരെ നേരോ ആയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള സ്ലിറ്റ്, ലോങ് നാരോ സ്ലിറ്റ്. ഈ ലോങ് നാരോ സ്ലിറ്റിലൂടെ ലൈറ്റ് കടന്നു പോയാൽ എന്ത് സംഭവിക്കും? സ്ഫിയേഴ്സ് ആയിട്ടല്ല വരുന്നത്, സിലിണ്ടറിക്കലായിട്ടാണ് വരുന്നത്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. സ്ലിറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലെയിൻ വേവ് ഫ്രണ്ട് അലൗഡ് ടു പാസ് ത്രൂ എ നാരോ സ്ലിറ്റ്, ലോങ് നാരോ സ്ലിറ്റ്. എമർജൻറ്റ് വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അത് സ്ഫെറിക്കൽ അല്ല, പകരം സിലിണ്ടറിക്കലാണ്. ക്ലിയർ? ഓൾറെഡി ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതാണ് കണ്ടോ, സിലിണ്ടർ വരച്ചിരിക്കുന്നത്. ഹാഫ് സിലിണ്ടറേ ഉള്ളൂ. ഇങ്ങോട്ടുള്ള സിലിണ്ടർ വരയ്ക്കാത്തതിന് കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ സ്ലിറ്റിനകത്തുള്ള ഓരോ പോയിന്റുകളും ആരായിട്ട് ബിഹേവ് ചെയ്യും? ഓരോ സോഴ്സുകളായിട്ട് ബിഹേവ് ചെയ്യും. ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം സ്ലിറ്റിൽ നിന്നും പുറത്തോട്ട് വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ അല്ല, സിലിണ്ടറിക്കലാണ്. വീണ്ടും നമുക്ക് NCERT ബുക്കിലേക്ക് തിരിച്ചു പോകാം. ഈ വരുന്നത് നേരത്തെ റേസ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട്. പ്ലെയിൻ വേവ് ഫ്രണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതെന്തായിട്ട് മാറും? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആവും. ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ് ഈ രണ്ട് സ്ലിറ്റുകളിൽ വന്ന് വീഴുന്നത്. ഈ രണ്ട് സ്ലിറ്റുകളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് വീണ്ടും സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടാണ്. ഈ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് സ്ക്രീനിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾക്ക് പാറ്റേൺ കിട്ടുന്നു. ആ പാറ്റേണിന് നിങ്ങൾ പോയിന്റ് സോഴ്സ് ഉപയോഗിക്കുന്ന സമയമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓൾറെഡി പോയിന്റ് സോഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ച് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ലൈൻസ് അല്ല, പകരം നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? ഹൈപ്പർബോളിക് ആണെന്ന്, ഹൈപ്പർബോളിക്. പക്ഷേ ഇവിടെ നമുക്ക് ലോങ് ആയിട്ടുള്ള ലോങ് സ്ലിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്തായിട്ട് കിട്ടും? അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ കിട്ടും. നോക്കൂ, ദാ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെ വരും. നമ്മൾ എന്ത് എടുക്കേണ്ട കാര്യമില്ല, ഹൈപ്പർബോളിക് ഫംഗ്ഷനായി എടുക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ശരിക്കും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്ലിറ്റുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മാത്തമാറ്റിക്സ് ഒക്കെ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? പിൻ ഹോൾസ് ഉപയോഗിച്ചു, എന്നിട്ട് പോയിന്റ് സോഴ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നു, ഒരു സ്ലിറ്റിലൂടെ കടത്തിവിട്ടു. ഈ സ്ലിറ്റ് വേണമെങ്കിൽ സോഴ്സ് ആക്കി എടുക്കാം. ഇവിടുന്ന് വരുന്ന ലൈറ്റ് ഈ S1 S2 പോകുന്നു. S1 S2 കൊഹറൻറ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. സ്ക്രീനിൽ നമുക്ക് പാറ്റേൺ കിട്ടുന്നു. ഇതാണ് സെൻട്രൽ മാക്സിമം, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, സോ ഓൺ. അതുപോലെ സെൻട്രൽ മാക്സിമം, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, ഫോർത്ത് ബ്രൈറ്റ്, അങ്ങനെ പോകുന്നു. ഇതാണ് സെൻട്രൽ മാക്സിമം എങ്കിൽ ഇത് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക്, ഫോർത്ത് ഡാർക്ക്. അതുപോലെ ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക്, ഫോർത്ത് ഡാർക്ക്, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ലോങ് സ്ലിറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫസ്റ്റ് ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും സെക്കൻഡ് ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും തേർഡ് ബ്രൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും എല്ലാം സെയിം ആയിരിക്കും.
all bright bands are equally bright. ഒരുപാട് എടുക്കരുത്, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് എടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ ബ്രൈറ്റ് ബാൻഡുകളും ഈക്വലി ബ്രൈറ്റ് ആയിരിക്കും. ഇതാ ഇവിടേക്കും ഉണ്ട്, രണ്ട് സൈഡിലോട്ടും. ഓക്കെ. അതുപോലെ ഡാർക്ക് ബാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ, ഡാർക്ക് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മിനിമം ഇൻറ്റൻസിറ്റിയാണ്. അതായത് മിനിമം ഇൻറ്റൻസിറ്റി, മിനിമം ഇൻറ്റൻസിറ്റി, മിനിമം ഇൻറ്റൻസിറ്റി, എല്ലാ ഡാർക്ക് ബാൻഡുകളും ഈക്വലി ഡാർക്ക് ആയിരിക്കും. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ യങ്സ് എക്സ്പെരിമെൻ്റൽ, യങ്സ് ഡബിൾ സ്ലിറ്റ് എന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യങ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ മതി. യങ്സ് എക്സ്പെരിമെൻ്റിൽ നമ്മൾ പിൻ ഹോൾസ് ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും നമ്മൾ ലോങ് സ്ലിറ്റ് ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന എക്സ്പെരിമെൻറ്റും സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ലോങ് സ്ലിറ്റുകൾ ഉപയോഗിച്ചാൽ നമുക്ക് പുറത്തോട്ട് കിട്ടുന്നത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത് ഒരു പരിധി വരെ ലൈൻസ് ആയിട്ട് എടുക്കാം. ലൈൻ മീൻസ് നോട്ട് ഹൈപ്പർബോളിക്. ഓക്കെ. പിന്നെ വൺ മോർ പോയിന്റ്. In Young's double slit experiment, if you use slits, in Young's experiment, if you use slits, all bright bands are equally bright, all dark bands are equally dark, all bright bands are equally wide, all dark bands are equally wide. Okay. As a worked out example from NCERT book 10.3. Two slits are made 1 millimeter apart, 1 millimeter apart. So given D equal to, what is D here? D equal to 1 millimeter, 10 raised to minus 3 meter. Screen is placed 1 meter away, capital D equal to 1 meter itself. What is the fringe separation when blue-green light of wavelength 500 nanometer is used? So lambda given, lambda is 500 into 10 to the power minus 9 because it is given in nanometer. You want to find what is the fringe separation? Fringe separation is beta. Beta is equal to lambda d divided by small d. Beta equal to lambda 500 into 10 to the power minus 9 capital D 1 meter by 10 raised to minus 3. So your answer beta is equal to 0.5 millimeter. 0.5 millimeter. Okay, it's a direct question. See, small d is in the order of here millimeter, capital D is in the order of meter. Here fringe width is also in the order of less than millimeter. Okay. What is fringe width? Fringe width is a separation between two consecutive bright bands or dark bands. Both are equal. Okay. Yes. Problems ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാം. Let us choose. ഇതാണ് സെൻട്രൽ മാക്സിമം. ഫസ്റ്റ് ഡാർക്ക്, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്, അങ്ങനെ ആൻഡ് സോ ഓൺ, അങ്ങനെ പോകുന്നു. ഇതിൽ സെൻട്രൽ മാക്സിമവും ഇതും തമ്മിലുള്ള സെപ്പറേഷൻ ബീറ്റ, അങ്ങനെ അങ്ങനെ വരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ബ്രൈറ്റ്? സെക്കൻഡ് ആൻഡ് തേർഡ് ബ്രൈറ്റ്. വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് ബ്രൈറ്റ്? Second and third bright. See beta. The length is beta. Beta. Okay. What is the separation between second and third bright? Beta. Third and fourth bright? Beta. No matter. Any. What is the separation between second and third dark? Second and third dark. It's again beta. Second and third dark, beta. So, separation between bright bands beta, separation between dark bands again beta. Then my question, what is the separation between third bright and second dark? Third bright and second dark. Third bright and second dark. Third bright and second dark. This is third bright, second dark. Here you are asked to find this distance. In this case, separation between third bright and second dark is, this length is beta plus beta by 2. So, beta plus beta by 2, the separation is 3 beta by 2. Okay, 3 beta by 2. Now, what is the separation between third dark and second bright? Third dark and second bright. Third dark and second bright. See,
third dark, second bright. It is only beta by 2. Only beta by 2. This is 3 beta by 2. So while doing problems, you should take care. Separation between third bright and second dark is 3 beta by 2. Third bright and second dark is 3 beta by 2. But separation between third dark and second bright is only beta by 2. Okay. So separation between mth bright and nth bright, mn, is different compared to mth dark and nth bright. Okay. So I shall repeat. Separation between third bright and second bright, beta. Third dark and second dark, beta. Third bright and second dark, 3 beta by 2. Separation between third dark and second bright, only beta by 2. Okay. Next, I am going to discuss angular fringe width. Already we discussed the fringe width. Now angular fringe width. Let us assume S is a point source. Light allowed to pass through two narrow slits, S1 and S2. And you put a screen here. This is the center of the screen. Now, light from the source S reaches S1 and S2. Then you will get central maximum, dark 1, bright 1, dark 2, so on. This length is beta, that is fringe width. Separation between central maximum and first bright is beta. Then you draw an imaginary line to that first bright and you mark this angle theta. You know the separation is capital D. Separation between the slits D, so D by 2, D by 2 each. Now, what is angular fringe width? This angle theta, that is, this is fringe width. The corresponding angle is called angular fringe width. Angular fringe width is equal to beta divided by capital D. Beta is, this distance is beta. Here capital D. So beta is equal to lambda d by d by capital D. Okay, d cancels. So theta is equal to lambda divided by small d. So angular fringe width lambda by small d. See, beta is equal to lambda d by d. This beta depends on capital D. That is, the value of this beta depends on the separation between screen and plane of the slits. If you increase or decrease the separation between the plane of the slits and the screen, beta changes. But see, theta remains same. The important point, beta depends on capital D. Okay. But angular fringe width is independent of separation between plane of the slits and screen. നോക്കൂ, ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഏതാണോ ലൈറ്റ് ഏത് കളറാണോ അതിൻ്റെ വേവ് ലെങ്ത് ആണ്. ഇത് മോണോക്രോമാറ്റിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്മോൾ ഡി എന്ന് പറയുമ്പോൾ സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ്സ് ഓൺ ക്യാപിറ്റൽ ഡി, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഡി. ക്ലിയർ? ഇതുമായി ബേസ് ചെയ്ത NCERT ബുക്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. That question, what is the effect of interferent fringes in Young's double slit experiment due to each of the following operations? First one, the screen is moved. The screen is moved away from plane of the slits. That is capital D. Capital D increases. നമ്മൾ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ കൂട്ടി. സോ വാട്ട് ഹാപ്പൻസ് ടു ബീറ്റ? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി. വെൻ യു ഇൻക്രീസ് ക്യാപിറ്റൽ ഡി, ബീറ്റ ഇൻക്രീസസ്.
So when screen is moved away from the plane of the slits, beta increases. That is separation between bright bands or dark bands increases. What happens to angular fringe width? That is equal to lambda by small d. Here only the screen is moved away from the plane of the slits. So what happens to lambda? No change. What happens to small d? No change. So theta is a constant. So while moving screen away from the plane of the slits, what happens? Beta, that is fringe width, increases, but angular fringe width remains constant. It is a worked out example in NCERT book 10.4a. Okay. What happens to fringe pattern instead of monochromatic light if you use white light? അപ്പോൾ ആദ്യമേ പറയാം, ഒരിക്കലും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യരുത്. എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? മോണോക്രോമാറ്റിക് ലൈറ്റേ യൂസ് ചെയ്യാവൂ. യെല്ലോ ഉപയോഗിക്കാം, അല്ല ഗ്രീൻ ഉപയോഗിക്കാം, ഏത് വേണം ഉപയോഗിക്കാം. ഒരുമിച്ച് പോളിക്രോമാറ്റിക് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്താലുള്ള ഇഷ്യൂ എന്താ അറിയോ? നമ്മുടെ സെൻട്രൽ മാക്സിമം കിട്ടുന്ന സ്ഥലമല്ലേ. സപ്പോസ് ഇതാണ് സെൻട്രൽ മാക്സിമം എന്ന് വിചാരിച്ചു. സെൻട്രൽ മാക്സിമം, ഈ സെൻട്രൽ മാക്സിമം കിട്ടുന്ന ഈ പോർഷൻ, ഈ ഭാഗം, ഈ പോർഷൻ നമ്മൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്താണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ സെൻട്രൽ മാക്സിമം ഉള്ള ആ പോയിന്റില്ലേ, ആ പോയിന്റിലോട്ട് എല്ലാ കളറും വരും. റെഡ് വരും, ഓറഞ്ച് വരും, എല്ലാ കളറും കൂടെ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യും. എവിടെ? സെൻറ്ററിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ കളറും കൂടെ സെൻറ്ററിൽ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്താൽ ആ ഭാഗം വൈറ്റ് ആയിരിക്കും. സി, വൈറ്റ് കളറായിരിക്കും. വൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രീൻ വി വിൽ ഗെറ്റ് ബ്രൈറ്റ്. ബ്രൈറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ബ്രൈറ്റ്, ഇറ്റ് ഈസ് വൈറ്റ് ഇറ്റ് സെൽഫ്. വെളുത്ത കളറായിരിക്കും. കാരണം എന്താ? നമ്മൾ വിസിബിൾ ലൈറ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ വേവ് ലെങ്ത്തുകളുണ്ട്. സെൻട്രൽ മാക്സിമം കിട്ടുന്ന സ്ഥലത്ത്, അതായത് മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടിയത് ആ സ്ഥലത്ത് ഇപ്പം നമുക്ക് വൈറ്റ് കളറാണ് വരിക. വൈറ്റ്. ഓക്കെ. അങ്ങനെ നമ്മൾ സൈഡിലോട്ട് പോയാൽ നിങ്ങൾക്ക് അറിയാം, ഇതാണല്ലോ ഡാർക്ക് ബാൻഡ്. ഇതിൽ ഡാർക്ക് ബാൻഡ് ഉണ്ടാവില്ല. എന്താ കാരണം? എന്തുകൊണ്ടാണ് വൈറ്റ് ലൈറ്റ് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡാർക്ക് ബാൻഡ് കിട്ടാത്തത്? സെൻട്രൽ മാക്സിമം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എല്ലാ കളർ കൂടെ ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്താലല്ലേ നമുക്ക് ബ്ലാക്ക് കളറിൽ കിട്ടൂ. ഒരിക്കലും ഒറ്റ പോയിന്റിൽ പോലും എന്ത് സംഭവിക്കില്ല? എല്ലാ കളറുകൾ കൂടെ ഒരുമിച്ച് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഡാർക്ക് ബാൻഡുകളെ ഉണ്ടാവില്ല. സെൻട്രൽ മാക്സിമം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കളേർഡായിരിക്കും. ബാക്കിയുള്ള റീജിയൻ എല്ലാം കളേർഡായിരിക്കും. എവിടെ മാത്രം വൈറ്റ് കളർ കിട്ടും? സെൻട്രൽ മാക്സിമത്തിൽ മാത്രം. ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞിരുന്നു, ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ എന്തിനാണ് വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്? വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഇനീഷ്യലി നമ്മൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രീനിൽ എവിടെയാണോ വൈറ്റ് കളർ വരുന്നത്, വൈറ്റ് വെളുത്ത കളർ വരുന്നത്, ആ വൈറ്റ് കളർ വരുന്ന ആ ലൈനാണ് സെൻട്രൽ മാക്സിമം. പിന്നെ എല്ലാം കളേർഡായിരിക്കും. എന്നിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ലൈറ്റ് ഉപേക്ഷിച്ച് നമ്മൾ ആരെ കൊണ്ടുവരും? മോണോക്രോമാറ്റിക് ലൈറ്റ് കൊണ്ടുവരും. അപ്പോൾ നേരത്തെ ആ വൈറ്റ് ലൈറ്റ് കിട്ടിയ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിടണം. ആ മാർക്ക് ചെയ്ത പോയിന്റിലാണ് അല്ലെങ്കിൽ ആ ലൈനിലാണ് ആര് വരിക? സെൻട്രൽ മാക്സിമം വരിക. ഇപ്പോൾ ആക്ച്വലി വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ചാണെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് സെൻട്രൽ മാക്സിമം എവിടെ വരും എന്ന് ആദ്യമേ കണ്ടുപിടിക്കാനാണ് നമ്മൾ വൈറ്റ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വൈറ്റ് ലൈറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ when we use white light instead of monochromatic light, the central maximum is white surrounded by colored bands. സെൻട്രൽ മാക്സിമം കഴിഞ്ഞ് പിന്നെ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? വൈറ്റ് കിട്ടില്ല. വൈറ്റും കിട്ടില്ല. എന്താ കാരണം? ഈ ഗ്രീനും ബ്ലൂവും റെഡും കൂടെ ഒരുമിച്ച് പിന്നെ ഒരു സ്ഥലത്തും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയർ ചെയ്യില്ല. സെൻട്രലിൽ മാത്രമേ ഗ്രീനും ബ്ലൂവും റെഡും കൂടെ, കാരണം പ്രൈമറി കളേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ മൂന്ന് കളറും കൂടെ ഒരുമിച്ച് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്ന സ്ഥലം എവിടെയാണ്? 7 ഉണ്ട്. അതിൽ 3 ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. സെൻട്രൽ മാക്സിമത്തിൽ മാത്രമാണ്. അപ്പോൾ ഇൻ ഷോർട്ട്, ഇഫ് യു യൂസ് വൈറ്റ് ലൈറ്റ്, സെൻട്രൽ മാക്സിമം ഈസ് വൈറ്റ്, ഓൾ അതർ ബാൻഡ്സ് ആർ കളേർഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പാത്ത് റിഫറൻസ്. എക്സെപ്റ്റ് സെൻട്രൽ മാക്സിമം, നോ ചാൻസ് ഫോർ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെൻറ്റ് ടു ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് സെൻട്രൽ മാക്സിമം ബിഫോർ starting the experiment. Okay. So what happens to the fringe pattern if you use white light? And discuss ചെയ്തു. സെൻട്രൽ ഫ്രിഞ്ച് എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ബാക്കിയുള്ളതെല്ലാം കളേർഡ് ആയിരിക്കും.
ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലമാണിത്. ഒരു ടഫ് പ്രോബ്ലമാണ്, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കൂ. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, white light is used. The separation between slits is B. Here they use small b. The screen is at a distance small d. From the slits, some wavelengths are missing. Some wavelengths are missing exactly in front of one of the slits. These wavelengths are: S is the original source, this is S1, S2, screen, S1, S2. See, some wavelengths are missing. നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിരുന്ന ഈ ഡിസ്റ്റൻസ് ഡി ആണ്. തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആക്ച്വലി ഈ പ്രോബ്ലത്തിൽ സ്മോൾ ഡിക്ക് പകരം അവർ ബി എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഈ സെപ്പറേഷൻ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ഡി എന്നാണ് എടുക്കുക. ഇവർ തന്നിരിക്കുന്നത് സ്മോൾ ഡി ആണ്. സാരല്ലേ, അങ്ങനെ നിൽക്കട്ടെ. ഇനി പറഞ്ഞത് സം വേവ് ലെങ്ത്സ് ആർ മിസ്സിങ് എക്സാക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ്. നമുക്ക് S1ന്റെ ഫ്രണ്ടിലെ കാര്യം പറയാം. ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. എന്തുകൊണ്ടാണ് പി അവിടെ ചൂസ് ചെയ്തത്? സം വേവ് ലെങ്ത്സ് ആർ മിസ്സിങ് എക്സാക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം S1ൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ S2ൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഈ ദൂരം S1P, ഈ ദൂരം S2P. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് പ്രകാരം ഈ ലെങ്ത്തിനെ നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയും, Δx. ഇവിടെ ഒരു വേവ് ലെങ്ത് അല്ല ഇവിടെ വരുന്നത്. റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേവ് ലെങ്ത്തുകളാണ് വരുന്നത്. സിംഗിൾ വേവ് ലെങ്ത് അല്ല, ഒരുപാട് വേവ് ലെങ്ത്തുകളുണ്ട്. അപ്പോൾ അവിടെ മിസ്സായി പോകാന്ന് പറഞ്ഞാൽ, മിസ്സിങ് എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് ചില വേവ് ലെങ്ത്തുകൾ അപ്രത്യക്ഷമായി പോയി എന്നല്ലേ പറയുന്നത്. ആക്ച്വലി മുകളിൽ നിന്നും താഴെ നിന്നും ലൈറ്റ് വരുന്നുണ്ട് ആ പോയിന്റിലോട്ട്. അപ്പോൾ വേവ് ലെങ്ത്തുകൾ മിസ്സായി പോകാന്ന് പറഞ്ഞാൽ ഒരുത്തൻ വേറൊരുത്തനെ ക്യാൻസൽ ചെയ്തതാവാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിന് മീനിങ് ഇവിടെ വേവ് ലെങ്ത്തുകൾ മിസ്സായി പോയെന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത് ആ പോയിന്റിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടന്നു എന്നാണ്. എന്ത്? വേവ് ലെങ്ത് മിസ്സിംഗ് മീൻസ് at that point for some wavelengths there is destructive interference. നിങ്ങൾക്കറിയാം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനുള്ള കണ്ടീഷൻ എന്താ? Δx ഈക്വൽ ടു, ഓൾറെഡി നിങ്ങൾ പഠിച്ച ഇക്വേഷൻ, എക്സ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു 2n+1 ഇൻറ്റു λ/2. എന്തുകൊണ്ടാണ് n λ എടുക്കാതെ 2n+1 ഇൻറ്റു λ/2 എടുത്തത്? ക്ലിയർ ആണല്ലോ. സം വേവ് ലെങ്ത്സ് ആർ മിസ്സിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിച്ചു എന്നാണ് മീനിങ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് വേണ്ടത് മിസ്സിംഗ് വേവ് ലെങ്ത് ആണ്. λ ഈക്വൽ ടു 2x സ്മോൾ ഡി ബൈ 2x സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു ക്യാപിറ്റൽ ഡി. ഓക്കെ. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഡാറ്റയിലേക്ക് വരാം. 2 ഇൻറ്റു ഈ പ്രോബ്ലത്തിൽ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുമ്പോൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലോട്ട് ദൂരമല്ലേ എക്സ് ആക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എക്സ് എന്ന് പറയാൻ എന്ത് വരും? എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ പകുതിയല്ലേ വരിക? d/2. ഇപ്പോൾ എക്സ് d/2 കൊടുത്തു. d/2 എന്തുകൊണ്ടാണ് d/2 എന്ന് ചോദിച്ചാൽ പോയിന്റ് പി ഈസ് എക്സാക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ്. ദാറ്റ്സ് വൈ ദിസ് ഡിസ്റ്റൻസ് ഈസ് d/2 ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു ക്യാപിറ്റൽ ഡി. ഇതിൽ 2 ക്യാൻസലായി. അപ്പോൾ λ ഈക്വൽ ടു യുവർ ഇക്വേഷൻ ഈസ് d സ്ക്വയർ ബൈ 2n+1 ഇൻറ്റു ക്യാപിറ്റൽ ഡി. ഓക്കെ. ഇതാണ് മിസ്സിംഗ് വേവ് ലെങ്ത്സ്. അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമ്മൾ വാരിയസ് വാല്യൂസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം. λ ഈക്വൽ ടു ഈ പ്രോബ്ലത്തിൽ സ്മോൾ ഡിക്ക് പകരം തന്നിരിക്കുന്നത്, സ്മോൾ ഡി എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ്, അത് ഈ പ്രോബ്ലത്തിൽ അവർ ബി എന്ന് തന്നിട്ടുണ്ട്. NCERT ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ ഡി ആണ്. അതിന് പകരം ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ ബി. നോ മാറ്റർ, നമുക്കത് മാറ്റാം. b സ്ക്വയർ ബൈ 2n+1 ഇൻറ്റു, സാധാരണ നമ്മൾ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള അകലം ക്യാപിറ്റൽ ഡി എടുക്കാറുള്ളത്. ഈ പ്രോബ്ലത്തിൽ അവർ സ്മോൾ ഡി എന്ന് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിവിടെ സ്മോൾ ഡി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിക്വയർഡ് റിസൾട്ട്. λ ഈസ് ഈക്വൽ b സ്ക്വയർ ബൈ 2n+1 ഇൻറ്റു സ്മോൾ ഡി. ഇനി പ്രോബ്ലത്തിലേക്ക് വാ. മിസ്സിംഗ് വേവ് ലെങ്ത്, എന്നിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എന്നിൻ്റെ വാല്യൂ 0 കൊടുത്താൽ λ ഈക്വൽ ടു
ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 0 കൊടുത്താൽ ബി സ്ക്വയർ ബൈ സ്മോൾ ഡി മാത്രമല്ലേ വരുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ബി സ്ക്വയർ ബൈ ഡി ഉണ്ട്. ഇനി എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തു നോക്ക്. ഇപ്പോൾ ബി സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ 1 കൊടുത്താൽ 2 × 1 2 2 + 1 3 3D. ബി സ്ക്വയർ ബൈ 3D ഉണ്ട്. ഇതാ ബി സ്ക്വയർ ബൈ 3D ഉണ്ട്. ബി സ്ക്വയർ ബൈ ഡി ഉണ്ട്. അപ്പോൾ 2 ആൻസർ ഉണ്ട്. ഇനി എന്നിൻ്റെ വാല്യൂ നിങ്ങൾ 2 കൊടുത്താൽ ബി സ്ക്വയർ ബൈ 5D വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, കുഴപ്പമില്ല. എന്നിൻ്റെ വാല്യൂ നിങ്ങൾ അടുത്ത വാല്യൂ കൊടുത്താൽ ബി സ്ക്വയർ ബൈ 7D വരും, അതും ഇല്ല. അപ്പോൾ പിന്നെ തീരുമാനമായി. ആൻസർ ഏതാ? ഇത് 2 ആൻസറാണ്. അതായത് ബോത്ത് എ ആൻഡ് സി ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ. ഇപ്പോൾ ഏതൊക്കെ നമുക്ക് സെൻട്രൽ മാക്സിമം വൈറ്റ് ആയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ അവിടെ എന്ത് കളറായിരിക്കണമെന്ന് അറിയണമെങ്കിൽ അവിടെ വന്ന ഓരോരോ വേവ് ലെങ്ത്തുകൾ നിങ്ങൾ നോക്കണം. ഏതൊക്കെ കളറുകൾക്കാണോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കുക അവരെല്ലാം അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കും. അപ്പോൾ ആരായിരിക്കും പ്രസൻറ്റ് ആവുക? കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നവരോട് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം റെഡും ഗ്രീനും ബ്ലൂവും കൂടെ കൺസ്ട്രക്റ്റീവായി ഇൻ്റർഫിയർ ചെയ്ത് വീണ്ടും വൈറ്റ് വന്നുകൂടെ വെച്ചാൽ വരില്ലത്രേ. അതായത് ആ വേവ് ലെങ്ത് റേഷ്യോ അനുസരിച്ച് ഒരിക്കലും സെൻട്രൽ മാക്സിമം ഒഴിച്ച് വേറെ ഒരു പോയിന്റിൽ പോലും എല്ലാ കളറും അല്ലെങ്കിൽ ഗ്രീനും റെഡും ബ്ലൂവും കൂടെ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യില്ല എന്ന്. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ അല്ലേ? മിസ്സിംഗ് വേവ് ലെങ്ത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് കണ്ടീഷൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാനുള്ളത്, ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് മിസ്സിംഗ് വേവ് ലെങ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് മീനിങ് ഉള്ളൂ. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റ് ഇല്ല. ഇതിപ്പോൾ ഈ പോയിന്റ് ലൈറ്റഡ് ആണോ വെച്ചാൽ ലൈറ്റ് ഉണ്ടാവാം അവിടെ. കാരണം ഈ പർട്ടിക്കുലർ വാല്യൂസ് വരുന്ന വേവ് ലെങ്ത്തുകൾ, അതായത് ബി സ്ക്വയർ ബൈ സ്മോൾ ഡി, ബി സ്ക്വയർ ബൈ 3D, ബി സ്ക്വയർ ബൈ 5D, ബി സ്ക്വയർ ബൈ 7D, ആ വാല്യൂസിൽ വരുന്ന വേവ് ലെങ്ത്തുകൾ മാത്രമേ ഇവിടെ മിസ്സായിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള വേവ് ലെങ്ത്തുകൾ അവിടെ പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ ഭാഗം ഡാർക്ക് അല്ല. ഇൻട്രസ്റ്റിംഗ് സംഭവം മനസ്സിലായോ? ചില വേവ് ലെങ്ത്തുകൾക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്നു എന്ന് പറഞ്ഞ് എല്ലാ ലൈറ്റിനും അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരുന്നില്ല. അപ്പോൾ ഈ പോയിന്റ് എന്ത് കളറായിരിക്കും എന്ന് അറിയണമെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്ത ആളുകൾ ആരാന്ന് അറിയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഫുള്ളി ഡാർക്ക് അല്ല. ഫുൾ ഡാർക്ക് വരണമെങ്കിൽ 7 കളറും ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യണം. അതൊരിക്കലും ഈ പോയിന്റിൽ പോസിബിൾ അല്ല. ക്ലിയർ ആണോ? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. യെസ്. അടുത്ത പോയിന്റ് ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത്, വാട്ട് ഹാപ്പൻസ് ടു ദിസ് arrangement or what happens to beta when you perform the experiment under a liquid. Young's double slit experiment in liquid. Beta കാണാനുള്ള ഇക്വേഷൻ പറ. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ബീറ്റ ലാംഡ ഡി ബൈ ഡി. ദെൻ ഈ എൻറ്റയർ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നിങ്ങൾ ലിക്വിഡിനകത്ത് വെച്ചു. ഫോർ എക്സാമ്പിൾ വെള്ളത്തിനകത്ത് വെച്ചാൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. വാട്ടറിനകത്ത് എൻറ്റയർ സെറ്റപ്പ്. So it is lambda dash divided by capital D by small d. എന്തുകൊണ്ടാണ് ലാംഡ ഡാഷ്? നിങ്ങൾക്ക് അറിയാം, ലൈറ്റ് ട്രാവൽ ഫ്രം എയർ ടു എ ലിക്വിഡ്, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ചേഞ്ചസ്. സോ നമുക്കിങ്ങനെ എഴുതാം, ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് എഴുതാം. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡർ ബൈ മ്യൂ എന്നാണ്. അതായത് എയറിൽ നിന്നും ലൈറ്റ് ലിക്വിഡിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വേവ് ലെങ്ത് ലാംഡ ഡാഷ് ആയിരിക്കും. അത് റേ ഓപ്റ്റിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻസ് ബീറ്റ ബൈ മ്യൂ. സോ ദിസ് ഈസ് ദ റിസൾട്ട്. നിങ്ങൾക്കറിയാം മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം വാക്വത്തിൻ്റെ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വേറെ ഏത് മീഡിയം എടുത്താലും മ്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ വാട്ട് ഹാപ്പൻസ് ബീറ്റ ഡാഷ് ഈസ് ലെസ് ദാൻ ബീറ്റ. ഈ എക്സ്പെരിമെൻ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ അപ്ലിക്കേഷൻ, നിങ്ങൾ ആദ്യം വാക്വത്തിൽ അല്ലെങ്കിൽ എയറിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റയുടെ വാല്യൂ ലാംഡ ഡി ബൈ ഡി കിട്ടും. അതിനുശേഷം അതേ അറേഞ്ച്മെൻറ്റ് തന്നെ നിങ്ങൾ ലിക്വിഡിനകത്ത് ക്യാപിറ്റൽ ഡിയുടെ വാല്യൂവും സ്മോൾ ഡിയുടെ വാല്യൂവും ലാംഡയുടെ വാല്യൂ മാറും, എല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ബീറ്റ ഡാഷ് ഈക്വൽ ബീറ്റ ബൈ മ്യൂ കിട്ടും. അപ്പോൾ ബീറ്റ ഡാഷും ബീറ്റയും നിങ്ങൾക്ക് മെഷർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? മ്യൂ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ വാക്വത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, അതേ സെറ്റപ്പ് നിങ്ങൾ ലിക്വിഡിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. 2 കേസുകളിലെയും ബീറ്റ കണ്ടുപിടിക്കുന്നു. ബീറ്റ സെയിം ആയിരിക്കില്ല. ലിക്വിഡിനകത്ത് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ബീറ്റയുടെ വാല്യൂ കുറയും. ആ ബീറ്റയുടെ വാല്യൂ കുറവ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് മ്യൂ കാണുന്നു.
So, Young's double slit experiment is used to find the refractive index of a liquid. Yes. Now I am going to discuss fringe visibility in Young's double slit experiment. Fringe visibility. Actually, what is fringe visibility? Fringe visibility is a measure of contrast between dark and bright bands. Contrast between dark and bright band. ഇപ്പോൾ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്ത സ്ഥലം, ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉള്ള സ്ഥലം. അപ്പോൾ അവർ തമ്മിലുള്ള കോൺട്രാസ്റ്റ് അതിൻ്റെ മെഷറാണ് ആര്? ഫ്രിഞ്ച് വിസിബിലിറ്റി. മാത്തമാറ്റിക്കലി പറഞ്ഞുതരാം. ഫ്രിഞ്ച് വിസിബിലിറ്റി വി ഈക്വൽ ടു ഐ മാക്സിമം മൈനസ് ഐ മിനിമം ബൈ ഐ മാക്സിമം പ്ലസ് ഐ മിനിമം. ഓക്കെ. ഓർ വി ഈസ് ഈക്വൽ ടു റൂട്ട് I1 പ്ലസ് I2 ദ ഓൾ സ്ക്വയർ. ഞാനിത് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഐ മാക്സിമം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഓൾ സ്ക്വയർ. രണ്ടുപേരുടെ ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിലാണ് നമ്മൾ 4i എന്ന് പഠിപ്പിച്ചുള്ളത്. മൈനസ് റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഓൾ സ്ക്വയർ ബൈ ഐ മാക്സിമം പ്ലസ് ഐ മിനിമം റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദി all square plus root I1 minus root I2 the all square. On solving you will get the expand here, square here, subtract here, solve here. അപ്പോൾ നിങ്ങൾക്ക് 2 root I1 into root I2 divided by I1 plus I2 എന്ന് കിട്ടും. 2 root I1 into root I2 into I1 plus I2. ഓക്കെ. ഇതാണ് ഫ്രിഞ്ച് വിസിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. ഇനി നോക്കാം. That equation we say 2 root I1 if I1 equal to I2 equal to I0 വന്നാൽ എന്ത് സംഭവിക്കും? അതായത് രണ്ട് സ്ലിറ്റുകളിൽ നിന്നും ലൈറ്റ് പുറത്തോട്ട് വരുമ്പോൾ ഒരേ ഇൻറ്റൻസിറ്റി ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ V equal to 2 root I0 into root I0 by 2I0 എന്ന് വരും. കാരണം I1ൻ്റെയും I2ൻ്റെയും വാല്യൂ നമ്മൾ I0 ചൂസ് ചെയ്തു. സോ V is equal to 2 into I0 by 2I0. root I0 into root I0 cancel, 2 cancels. So V is equal to 1 വരും. അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. ഫ്രിഞ്ച് വിസിബിലിറ്റി 1 എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡാർക്ക്, നോ ലൈറ്റ്. ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം, അതായത് സേ 4I0 I0 കൂടെ ചേർന്ന് 4I0. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്നിടത്ത് I0 കൂടെ ചേർന്ന് 0. സോ fringe visibility is a measure of contrast between dark and bright bands. Clear അല്ലേ? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു കാര്യം ഓർമ്മിക്കണം. രണ്ട് സ്ലിറ്റുകളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയാൽ ഫ്രിഞ്ച് വിസിബിലിറ്റി 1 ആയിരിക്കും. സെയിം അല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. അതായത് സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ രണ്ട് സ്ലിറ്റുകളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആവണമെന്നത് കമ്പൽസറി അല്ല. രണ്ട് ഈക്വൽ ആയാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് കോൺട്രാസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഡാർക്ക് ബാൻഡ് നല്ല ഡാർക്കായിട്ടും ബ്രൈറ്റ് ബാൻഡ് നല്ല ബ്രൈറ്റ് ആയിട്ടും കാണാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റി ആൾവേസ് 1 എന്ന് പറഞ്ഞാൽ റോങ് ആണേ. എപ്പം മാത്രമേ ഉള്ളൂ? രണ്ട് സ്ലിറ്റുകളിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ഞാനൊരു എക്സാമ്പിളിലൂടെ അത് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, സ്ലിറ്റ്സ് S1 S2, light allowed to pass through the slits. ഇനീഷ്യലി രണ്ട് സ്ലിറ്റുകളിലൂടെയും പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആണെന്ന് വിചാരിക്കും. സെയിം. ദെൻ നമ്മൾ ഒരു സ്ലിറ്റ് പിന്നെ സെല്ലോഫെയിൻ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്യുക. സെല്ലോഫെയിൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ പാർഷ്യലി കടത്തിവിടുന്ന പേപ്പറിനെയാണ് ഒരു എക്സാമ്പിളാണ് സെല്ലോഫെയിൻ പേപ്പർ. അപ്പോൾ സെല്ലോഫെയിൻ പേപ്പറിലൂടെ കടത്തിവിടുന്നു. അപ്പം ഞാൻ രണ്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം സെല്ലോഫെയിൻ പേപ്പറിലെ രണ്ടും ഇൻറ്റൻസിറ്റി സെയിം. അപ്പോൾ എന്താ ഉണ്ടാവുക? let I1 equal to I2 equal to I0. സെയിം. ദെൻ ഐ മാക്സിമം നിങ്ങൾക്ക് അറിയാം. ഐ മാക്സിമത്തിൻ്റെ വാല്യൂ റൂട്ട് I1 പ്ലസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ, അതായത് റൂട്ട് I0 പ്ലസ് റൂട്ട് I0 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4I0 എന്ന് വരും. ആൻഡ് ഐ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരും. ഇപ്പോൾ രണ്ട് സ്ലിറ്റുകളിൽ നിന്നും പുറത്തോട്ട് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സെയിം ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന സ്ഥലങ്ങളിലെ ഇൻറ്റൻസിറ്റി 4I0 അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന സ്ഥലങ്ങളിലെ ഇൻറ്റൻസിറ്റി I0 0 ആയിരിക്കും. ഇനി ഞാൻ പറയാം.
അപ്പോൾ ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐ മാക്സിമം -0 ഡിവൈഡഡ് ബൈ ഐ മാക്സിമം +0 ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ 1. ഫ്രിഞ്ച് വിസിബിലിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോഴാണ് ഫ്രിഞ്ചുകളെ കാണാൻ ഏറ്റവും ഭംഗി ഉണ്ടായിരിക്കും. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ബാൻഡ്സ്. ക്ലിയർ ആയോ? ഇനി നോക്ക്, ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ 2 സ്ലിറ്റുകളല്ലേ, അപ്പോൾ സോഴ്സിൽ നിന്നും ലൈറ്റ് വന്നു. നിങ്ങൾ ഒരു സൈഡിൽ മാത്രം ഒരു സെല്ലോഫെയിൻ പേപ്പർ വെച്ചു, സെല്ലോഫെയിൻ പേപ്പർ. അയാൾ പാർഷ്യലി മാത്രമേ ലൈറ്റിനെ കടത്തി വിടുള്ളൂ. അപ്പോൾ സ്ക്രീനിൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് വരുന്ന ലൈറ്റിനും ഒരേ ഇൻറ്റൻസിറ്റി അല്ല. ഇവിടുന്ന് I0 തന്നെ വിചാരിച്ചോളൂ, I1 = I0. ബട്ട് I2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ I0 അല്ലേ? കാരണം ഇവിടെ സെല്ലോഫെയിൻ പേപ്പർ വെച്ചപ്പോൾ അവൻ കുറച്ച് ലൈറ്റിനെ അബ്സോർബ് ചെയ്തു, ബാക്കിയുള്ള ലൈറ്റിലേ വരുള്ളൂ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക? രണ്ടും ഇൻറ്റൻസിറ്റി I0 ആയിരുന്നെങ്കിൽ അല്ലേ 4I0 വരിക. അപ്പോൾ ഇവിടെ ഒരു സ്ലിറ്റിലൂടെ കടന്ന് പുറത്തോട്ട് വരുന്ന ലൈറ്റിന് ഇൻറ്റൻസിറ്റി കുറയുന്നത് കാരണം ഐ മാക്സിമത്തിന് എന്ത് സംഭവിക്കും? ഷുവർലി ഐ മാക്സിമം ഈസ് ലെസ് ദാൻ 4I0. അതായത് ബ്രൈറ്റ് ബാൻഡ് ഒന്ന് ഡിം ആവും. അതുപോലെ വാട്ട് ഹാപ്പൻസ് ടു മിനിമം ഇൻറ്റൻസിറ്റി നോട്ട് ഈക്വൽ ടു 0. ഇനീഷ്യലി മിനിമം ഇൻറ്റൻസിറ്റി 0 ആയിരുന്നു, കാരണം രണ്ടുപേരുടെ ഇൻറ്റൻസിറ്റി സെയിം ആയതുകൊണ്ട്. ഇപ്പോൾ സെല്ലോഫെയിൻ പേപ്പറിലൂടെ കടന്നു പോയപ്പോൾ ഒരാളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഐ മിനിമത്തിൻ്റെ വാല്യൂ 0 അല്ലാതെ ആയിട്ട് മാറി. അതായത് ബ്രൈറ്റ് ബാൻഡ് ബിക്കം ലെസ് ബ്രൈറ്റ്, ഡാർക്ക് ബാൻഡ് ബിക്കം ലിറ്റിൽ ബ്രൈറ്റർ. അപ്പോൾ എന്ത് സംഭവിച്ചു? കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ഡിക്രീസസ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? നിങ്ങൾ ഒരു സ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് വിചാരിച്ചത് കംപ്ലീറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തു, ഇതിലൂടെ ലൈറ്റ് കടത്തി വിടുന്നില്ല. സെല്ലോഫെയിൻ പേപ്പർ അല്ല, ഒരു ഒപ്പേക്ക് ഓബ്ജക്റ്റ് ഒരു സ്ലിറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചാൽ എന്താ സംഭവിക്കുക അറിയാമോ? ഈ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രമല്ലേ സ്ക്രീനിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ എന്ത് നടക്കില്ല? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ സംഭവിച്ചതുപോലെ ഫ്രിഞ്ച് പാറ്റേൺ കിട്ടില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓൺലി യൂണിഫോം ഇലിമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് വേണം. സ്മോൾ ഡി, ക്യാപിറ്റൽ ഡി, ഫ്രിഞ്ച് വിഡ്ത്ത്, ഇതിനൊക്കെ വളരെ യുണീക്കായിട്ടുള്ള ഓരോ വാല്യൂസ് ഉണ്ട്. അങ്ങനെ ഇട്ടാൽ മാത്രമേ ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പാറ്റേൺ ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം ഇതാണ്, അതായത് 2 സ്ലിറ്റുകളിൽ നിന്നും വരുന്ന ലൈറ്റിന് ഈക്വൽ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ബ്രൈറ്റ് ബാൻഡുകൾ നല്ല ബ്രൈറ്റ് ആയിരിക്കും, ഡാർക്ക് ബാൻഡുകൾ നല്ല ഡാർക്കും ആയിരിക്കും. പക്ഷേ നിങ്ങൾ അതിനുശേഷം ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ടിൽ, ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിൽ സെല്ലോഫെയിൻ പേപ്പർ വെച്ചപ്പോൾ എന്തുണ്ടായി? ബ്രൈറ്റ് ബാൻഡ് ഒന്ന് ഡിമ്മാവും. ഡാർക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ നേരത്തെ ഫുള്ളി ഡാർക്ക് ആയിരുന്ന സ്ഥലത്ത് ഇത്തിരി ലൈറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഡാർക്കും ബ്രൈറ്റും തമ്മിലുള്ള ആ കോൺട്രാസ്റ്റ് കുറയും. ഇനി അതിനുശേഷം നിങ്ങൾ സെല്ലോഫെയിൻ പേപ്പർ മാറ്റി ഒരു ഒപ്പേക്ക് പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൻ്റെ മുകളിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല. പകരം ഒരു സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ യൂണിഫോം ഇലിമിനേഷനാണ് വരിക. ഓക്കെ, ക്ലിയർ?